അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല. 3 തവണ മാറ്റിവെച്ച ദൗത്യം ഈ മാസം 10-ന് വീണ്ടും വിക്ഷേപണം നടത്തും. 2 ആഴ്ച ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷമാകും ശുഭാൻശു അടക്കമുള്ള 4-അംഗ സംഘം തിരിച്ചെത്തുക. ദൗത്യസംഘത്തിൽ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നിയേവ്സ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കപ്പോ എന്നിവരാണ് ശുഭാൻശുവിനൊപ്പമുള്ളത്. ദൗത്യത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാൻശു ശുക്ല. ജൂൺ 10-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വൈകുന്നേരം 5:52-നാണ് വിക്ഷേപണം. ബഹിരാകാശ നിലയത്തിൽ കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുഭാൻശു 7 പരീക്ഷണങ്ങൾ നടത്തും. ഗുരുത്വാകർഷണ ബലം തീരെ കുറഞ്ഞ ബഹിരാകാശ നിലയത്തിൽ ഭക്ഷ്യവിത്തുക്കളുടെ വളർച്ച എങ്ങനെയാണ്, ഇതിൽ നിന്നുള്ള വിളവ് സംബന്ധിച്ച പഠനമാണ് ഇതിലൊന്ന്. വെള്ളായണി കാർഷിക കോളേജും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും അടക്കം ചേർന്നാണ് ഈ പരീക്ഷണം പൂർത്തിയാക്കിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ദൗത്യം ഏറെ നിർണായകമാണ്. കാരണം ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ISROയുടെ 4 ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് ശുഭാൻശു. അതുകൊണ്ട് തന്നെ ശുഭാൻശുവിന്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഗഗൻയാൻ യാത്രയ്ക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ പ്രായോഗികതയും പോരായ്മയും മനസ്സിലാക്കാൻ ശുഭാൻശുവിന്റെ ഈ യാത്ര ഉപകരിക്കും. ശുഭാൻശുവിന്റെ യാത്രാ ചെലവ് വഹിക്കുന്നതും ഇന്ത്യയാണ്. ഇതിനായി 413 കോടി രൂപ ചെലവഴിച്ചതായാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.